നമ്മളിവിടെ എത്ര ട്രോളി എന്ന് പറഞ്ഞാലും എത്ര കളിയാക്കി എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഡൽഹിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാൽ ഫയറാണ്. അത് ഒരു വട്ടം കൂടെ അയാൾ തെളിയിച്ചു. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാൻ, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. क्या है आगे, क्या करेंगे आप लोग? यहीं पे धरने पर ही बैठेंगे आप लोग? क्या अंदर नहीं जाने दिया जा रहा है? आराम से आराम से। This is a clear-cut, blatant violation of democratic principle in this country. Completely, they are killing the democracy of this country. This is a clear example of that. 6:30 only they rejected their nomination. 7:25 we have given a letter to the Election Commission of India for seeking an appointment with the Election Commission for giving a complaint. After 40 minutes, then also Election Commission is not allowing us to go. കണ്ടല്ലോ, ഞാൻ അജു ജേക്കബ് മുണ്ടിയാക്കൻ. ഈ വീഡിയോയിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ മധ്യപ്രദേശിൽ നിന്നും ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ഉറപ്പായും വിജയിക്കും. അങ്ങനെ നോമിനേഷൻ സമർപ്പിച്ച ആളാണ് മീനാക്ഷി നടരാജൻ. എന്നാൽ ഈ ജയിക്കുമെന്ന് ഉറപ്പുള്ള മീനാക്ഷി നടരാജൻ്റെ പത്രിക കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തള്ളി. ഇത് തള്ളിയപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് കെ.സി. വേണുഗോപാൽ അടക്കം പോയതാണ്. അയാൾ അവിടേക്ക് ചെല്ലുന്നു. അയാൾ ചെല്ലുമ്പോൾ തന്നെ കെ സി എന്ന് പറയുന്ന ആളുകൾ പറയുന്ന കേൾക്കാം. അതിൻ്റെ അർത്ഥം അയാൾക്ക് അവിടെ ഡൽഹിയിൽ അത്രമേൽ റെസ്പെക്റ്റ് കിട്ടുന്നുവെന്നാണ്. അയാൾ ചെല്ലുന്നു, അയാൾ പോലീസിനടക്കം ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം അയാൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൻ്റെ മുമ്പിലിരുന്ന് സമരം ചെയ്യുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ദേശീയ നേതാവ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഞാനും ഒരുപാട് കേസുകൾ വിമർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയായിട്ട് വരാനായിട്ടൊക്കെ ശ്രമിച്ചപ്പോൾ ഞാനും ഒരുപാട് അയാളെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളം പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച ദേശീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കെ.സി. വേണുഗോപാലാണ് എന്ന് ഞാൻ പറയും. പ്രത്യേകിച്ചും കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് ഇതുപോലെ കേന്ദ്ര സർക്കാരുമായിട്ട് ഏറ്റുമുട്ടിയ മറ്റൊരു വ്യക്തി രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഗാന്ധി കുടുംബമോ അല്ലാതെ ഉണ്ടെങ്കിൽ അത് കെ.സി. വേണുഗോപാലായിരിക്കും. കാരണം നിരന്തരമായിട്ട് അയാൾ വെല്ലുവിളിച്ചുകൊണ്ട് കർണാടകയിൽ ഗവൺമെൻറ്റിനെ ഫോം ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലായാലും ഈ പല ചർച്ചകളും നമ്മൾ ഈ ചർച്ചകൾ ഫോളോ ചെയ്യുന്നവർക്ക്, രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കറിയാം. ഈ ചർച്ചകളൊക്കെ പലപ്പോഴും 3 മണി 4 മണി വരെയൊക്കെ വെളുപ്പിനെ പോകാറുണ്ട്. അങ്ങനെ ഒരു നേച്ചറിൽ നീണ്ടുപോകുന്ന ചർച്ചകളാണ്. ആ ചർച്ചകളിലൂടെയൊക്കെ ഇപ്പോൾ ആദ്യം സിദ്ധരാമയ്യെ കർണാടകയിൽ പ്ലേസ് ചെയ്യുന്നതിലും ഇപ്പോൾ ഡി.കെ. ശിവകുമാറിനെ പ്ലേസ് ചെയ്യുന്നതിലും ഒക്കെ കെ.സിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. സച്ചിൻ പൈലറ്റിനെയൊക്കെ ദേശീയ തലത്തിലേക്ക് കൊണ്ടിരിക്കുകയും ഒരു വട്ടത്തിൽ സച്ചിൻ പൈലറ്റ് പാർട്ടി വിടുമെന്ന് തോന്നിയപ്പോൾ അയാളെ ചേർത്ത് പിടിക്കുകയും ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൽ അയാളെ ഒപ്പം നിർത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ കെ.സിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, ദേശീയ തലത്തിൽ എപ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ടോ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് എന്ന വസ്തു നമ്മൾ അവിടെ പറയുമ്പോൾ പോലും അയാൾക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാമല്ലോ. പരസ്യമായിട്ട് പോയി കേന്ദ്ര സർക്കാരിനെ വെറുപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്രൊട്ടസ്റ്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്നയാൾ കെ.സി. വേണുഗോപാൽ പലപ്പോഴും ഇയാൾ മുമ്പിലേക്ക് വന്ന് ഈ പ്രൊട്ടസ്റ്റുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സർക്കാരുകളെയും ഈ നിയമങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നവരെയും വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ ഡയറക്റ്റ് ഒരു ഫൈറ്റിലേക്ക് പോകണം, തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നലെ ആയാലും കേട്ടോ, ഒരു പരിധിവരെ ജയറാം രമേശ് അയാളുടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അയാളാണ് ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന AICCയുടെ പ്രസിഡൻറ്റിൻ്റെ കാലാവധി കഴിയാൻ പോവുകയാണ്. അങ്ങനെ പ്രസിഡൻറ്റ് കാലാവധി കഴിയുമ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവായതുകൊണ്ടും മുമ്പ് AICC പ്രസിഡൻ്റായിട്ട് ഇരുന്ന ആളായതുകൊണ്ടും ഇനി ഒരു വട്ടം എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി ആ ഒരു ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാവുമെന്ന്. അങ്ങനെ അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ചോയ്സ് കെ.സി. വേണുഗോപാലാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയാകാൻ വരാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞാൻ അടക്കമുള്ളൂ, ഞാൻ നിങ്ങളും അടക്കമുള്ളൂ, അല്ലെങ്കിൽ കേരള പൊതുസമൂഹം ഒന്നായിട്ട് ആ മനുഷ്യനെ വെറുത്തു, ആ മനുഷ്യനെ എതിർത്തു. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തു. എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, കെ.സി. വേണുഗോപാലിനെതിരെ ഒരുപാട് വീഡിയോ ചെയ്തു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ദേശീയ തലത്തിൽ അയാൾ പെർഫോം ചെയ്യുന്നത് വേറെ റേഞ്ചിലാണ്. കാരണം ഇത്രയ്ക്ക് തൻ്റെ ഇടത്തോടെ ആർജവത്തോടെ വെല്ലുവിളിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതൊരു മലയാളി ചെയ്യുന്നു എന്നുള്ളതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. കാരണം ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് ലീഡേഴ്സ് കോൺഗ്രസ്സിലുണ്ടായിട്ടുണ്ട്. അത് A.K. ആൻ്റണി ആയാലും കരുണാകരനായാലും അല്ലെങ്കിൽ അതിനുശേഷം P.C. ചാക്കോയും K.V. തോമസും അടക്കമുള്ളവർ വരെ ഒരുപാട് പേരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്താ ആൻ്റണിയും കരുണാകരനും ഒക്കെ മികച്ചവരായിരുന്നു. അതേസമയം P.C. ചാക്കോയും K.V. തോമസും അടക്കമുള്ളവർ അധികാരം കണ്ടുകൂടിയത്, അധികാരത്തിൻ്റെ അപ്പകഷ്ണം തിന്നാനായിട്ട് കൂടിയവരാണ്. അധികാരം നഷ്ടമായ ശേഷം അവർ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. പക്ഷേ ഇവരൊന്നും കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കാത്ത തലത്തിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, കരുണാകരനേക്കാളും ആൻ്റണിയെക്കാളും ഒക്കെ അപ്പുറം ഇയാൾ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചു. ഇയാളുടെ പദവി അത്ര മഹത്തരമായ പദവിയാണ്. ഈ രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന 2ാമത്തെ പദവിയാണ്. AICC പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന പദവി, ഏറ്റവും അധികാരമുള്ള പദവിയാണ് ഈ പറയുന്ന AICC സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി. ആ പോസ്റ്റിലാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും അയാൾ തിരുവോരങ്ങളിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് ഇയാളെ AICC പ്രസിഡൻ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന പവർ വേറെ ആയിരിക്കും. കാരണം തെരുവുകളിലേക്ക് ഇറങ്ങാൻ ആരോഗ്യവും അതിനുള്ള ധൈര്യവുമുള്ള ആളാണ് കെ.സി. വേണുഗോപാൽ.
വേണുഗോപാൽ ഇവിടെ അടിത്തട്ടിൽ നിന്ന് വളർന്നു പോയതാണ്. നമ്മളിവിടെ പറയുന്ന പോലെ സ്കൂൾ തലത്തിൽ നിന്ന് KSU എന്ന് പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ഇയാൾ KC വേണുഗോപാൽ. അതിനുശേഷം സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയ ശേഷമാണെങ്കിൽ പോലും പലരും വിട്ടുപോയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലൊക്കെ അയാൾ അതുപോലൊരു സ്റ്റാൻഡ് എടുത്ത് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പം ഭാരത് ജോഡോ യാത്രയിൽ മൊത്തം നടന്നു. അങ്ങനെ അത്യാവശ്യം ആരോഗ്യവും ഈ പറയുന്ന പോലെ നിലപാട് പറയാനുള്ള നാക്കും തൻ്റെ ഇടവും മാർജവും തെരുവിലിറങ്ങാനുള്ള കഴിവുള്ള ഒരാൾ ACC പ്രസിഡന്റ് ആകുകയാണെങ്കിൽ ഉചിതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ACC പ്രസിഡന്റായിട്ട് KC വേണുഗോപാലിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ്. ആ ഒരു വിശ്വാസമുള്ള ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലൊരു നീക്കം ഇനി നടക്കട്ടെ. എന്തായാലും KC വേണുഗോപാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്ര, നമ്മൾ വിമർശിക്കുന്നത്ര ട്രോൾ ചെയ്യപ്പെടേണ്ട ആളല്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കേരളത്തിൽ അദ്ദേഹം നടത്താൻ ശ്രമിച്ച മൂവ്മെൻറ്റ് റോങ് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ, ആ മൂവ്മെൻറ്റിനൊപ്പം ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അയാളൊരു അനിവാര്യതയാണ്.